പോലെയാക്കിയതിനു ശേഷം കൂടിയാണ് പ്രസാദ് നമ്മൾ കാണുന്നത്. ലോക് ഭവനിലെത്തി ഗവർണറുമായി രാജേന്ദ്ര അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്താൻ എത്തിയിരിക്കുകയാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ലോക് ഭവനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. വി.ഡി. സതീശൻ സർക്കാരിന്റെ മന്ത്രിസഭയിലെ പേരുകളാണ് കൈമാറാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം കണ്ടോൺമെന്റ് ഹൗസിലെത്തിയ ശേഷം വാർത്താ സമ്മേളനം നടത്തും വി.ഡി. സതീശൻ. നിയുക്ത മുഖ്യമന്ത്രി രാജ്ഭവനിലുള്ളവർ സ്വീകരിക്കുന്നത് നമുക്ക് കാണാം. അദ്ദേഹത്തെ നിയുക്ത മുഖ്യമന്ത്രിയെ അവസാന നിമിഷം ടി വി പ്രസാദും റോഷിപാലും പറഞ്ഞതുപോലെ അവസാന നിമിഷം പേരുകൾ മാറി മറിയുകയായിരുന്നു. 4:32 റിപ്പോർട്ടറാണ് കോൺഗ്രസിന്റെ പട്ടിക പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. റിപ്പോർട്ടർ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് വാർത്തയായി. വി.ഡി. സതീശന്റെ കയ്യിലുള്ള ആ പേപ്പറിലും ആ പേരുകൾ തന്നെയാണ് ഉള്ളത് എന്ന് നമുക്ക് ഉറപ്പിക്കാനാകുന്നുണ്ട്. ഇനി വകുപ്പ് വിഭജനത്തിന്റെ കാര്യത്തിലാണ് തീരുമാനമാകേണ്ടതും. റോഷിപാൽ, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ചരിത്ര നിമിഷമാണ്. ഗവർണറെ ലോക് ഭവനിലെത്തി കാണുകയാണ് വി.ഡി. സതീശൻ. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ പട്ടിക അത് നമ്മൾ അരമണിക്കൂറിന് മുമ്പേ ബ്രേക്ക് ചെയ്തതാണ്. ആ പേരുകൾ അങ്ങനെ അവസാന നിമിഷത്തെ മാറ്റിമറിച്ചിലിനൊടുവിൽ, ഒരുപക്ഷെ നമുക്ക് കൂട്ടപ്പൊരിച്ചിലെന്ന് പറയാം, അതിനൊടുവിൽ ഇതുവരെ കഴിഞ്ഞ 4 ദിവസം നമ്മൾ ചർച്ച ചെയ്ത മന്ത്രിസഭ കരട് പട്ടികയിലൊന്നും ഇല്ലാതിരുന്ന ഒ.ജെ. ജനീഷ് ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് വരികയാണ്. ആ പേരിലേക്ക് ഉച്ചയ്ക്ക് നമുക്കറിയാം ശിവഗിരി മഠാധിപതിയൊക്കെ വന്ന് വി.ഡി. സതീശനെ കാണുകയും അവരുടെ എതിർപ്പ് കൃത്യമായി അറിയിക്കുകയും അതൃപ്തി അറിയിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിനൊടുവിലായിരിക്കണം ഒരുപക്ഷെ ഒ.ജെ. ജനീഷ് ഇടം പിടിച്ചതല്ലേ റോഷിപാൽ? വിനിത, അങ്ങനെ തന്നെയാണ്. ഒ.ജെ. ജനീഷ് കുമാർ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നതിനപ്പുറത്തേക്ക് ഒ.ജെ. ജനീഷ് കുമാറിന് യുവ MLA പുതുമുഖം എന്ന അവസരം, പ്രാദേശിക പരിഗണന, കാരണം തൃശ്ശൂരിൽ മറ്റൊരു മന്ത്രിയില്ല, അതുപോലെ തന്നെ സാമുദായിക പരിഗണന എല്ലാം ഒ.ജെ. ജനീഷ് കുമാറിന് അനുകൂലമായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒ.ജെ. ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിയിട്ട് ഏറെ കാലമായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക അതിക്രമ കേസിൽ കുടുങ്ങിയപ്പോഴാണ് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പകരക്കാരനായി ഒ.ജെ. ജനീഷ് കുമാറിനെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിച്ചത്. അങ്ങനെ ഈ തവണ യൂത്ത് കോൺഗ്രസിൽ ഒ.ജെ. ജനീഷ് കുമാറിനെ അവിടെ മത്സരിപ്പിക്കുന്നു. ഒ.ജെ. ജനീഷ് കുമാർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. ഒടുവിൽ പുതുമുഖമായ ഒ.ജെ. ജനീഷ് കുമാറിനെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്താനുള്ള നിർണായക തീരുമാനം കൂടി കോൺഗ്രസ് നേതൃത്വം എടുത്തു. അതങ്ങനെ കോൺഗ്രസ് നേതാക്കളെ പോലും ഞെട്ടിക്കുന്ന ഒരു തീരുമാനമെന്ന് പറയേണ്ടി വരും. കാരണം ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെ ഒരു ചർച്ച ഒ.ജെ. ജനീഷ് കുമാറിനെ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നില്ല. മറ്റു പ്രധാനപ്പെട്ട പല നേതാക്കളായിരുന്നു. വി.ടി. ബൽറാമിന്റെ പേരുണ്ടായിരുന്നു, അതുപോലെ ചാണ്ടിയുമന്റെ പേരുണ്ടായിരുന്നു, അൻവർ സാദത്തിന്റെ പേരുണ്ടായിരുന്നു. അങ്ങനെ നിരവധി പ്രധാന നേതാക്കളുടെ പേരുകൾ ഉയർന്നു കേട്ട ഘട്ടത്തിൽ ഒടുവിൽ ആ ഒരു സർപ്രൈസായി ഒ.ജെ. ജനീഷ് കുമാർ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അങ്ങനെ വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ അംഗമാകുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം.